ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നെക്കാളും ഞാൻ അങ്ങനെയല്ല, ഞാൻ ജയിച്ചിരിക്കില്ല, അതെന്തൊക്കെ എന്താ പറയണം, നമ്മളെ മീനു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അയാൾ വരണേം കാത്ത്. സോ ഫൈനലി അയാൾ ഇന്നലെ നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ മീനുൻ്റെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇങ്ങനെ അവർ ഒരു 3 വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പം അവിടെ എയർപോർട്ടിലൊക്കെ പോയി ബഹളം വെച്ച് കരഞ്ഞ് വിളിച്ച് സെക്യൂരിറ്റിയൊക്കെ പിടിച്ച് നിർത്തി എന്ന് പറയാനായിട്ട് ഒന്നും അറിയില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ വിരുന്ന് വന്നതേ ഉള്ളൂ. സോ അപ്പം ഇന്ന് മീനും ചെറുക്കനും കൂടെ അനുവും കൂടെ ഇന്ന് ഇങ്ങോട്ട് വരെയാണ്. സോ ഞാൻ അനുവിനെ കാണാനുള്ള എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ അവനെ കുഞ്ഞ് മീശ ഉള്ളപ്പോഴാണ് ലാസ്റ്റ് കാണുന്നത്. പിന്നെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും അവന് മീശയും താടിയൊക്കെ വന്നപ്പം ലൈക്ക് നമ്മളിങ്ങനെ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. 18ാമത്തെ വയസ്സുകളിൽ എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് താഴോട്ട് പോകാം ബാ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മുടിവെട്ടാൻ നടന്നിച്ചേ, അവിടെ വരെ വന്നു മുടിവെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ ഇന്ന് ഇവിടെ പോയി മുടി വെട്ടി ഡിപ്രഷൻ ആയിരിക്കും എന്ന് പറയണം. ട്വിൻസിനെ കാണിച്ചത് നിങ്ങൾ ഒരുമിച്ച് നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഫസ്റ്റ് ഇത് പോയി മുടി വെട്ടിയിട്ട് എടാ വെട്ടിയേക്കണ കൊള്ളാം. പക്ഷെ എന്താണെന്നറിയോ, ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ, അമ്മയ്ക്ക് കൊല്ല ഇതിനെന്തിനും മറ്റേ സിനിമ എന്തൊരു പിടി പറയുമല്ലോ, അല്ല അങ്ങനെയൊന്നും അല്ല, വേറെന്തര പിടിയാണ്. ഇവിടെ അമ്മ അപ്പുനെ സ്നേഹിച്ച അപ്പ ഇവിടെ ബഹളങ്ങൾ തുടങ്ങും. മറിക്കണ്ടായിക്കോട്ടെ, നീറ്റ് ഡിപ്രഷൻ മാറി, നീ അമ്മ എത്തി മാറിയണ ഡിപ്രഷൻ സ്റ്റാർ മാറട്ടെ. അമ്മ ഇപ്പൊ അപ്പുനെ സ്നേഹിച്ച അമ്മ ചെന്ന് അപ്പുന്റെ തല ഇങ്ങനെ ആക്കിയാണ് ഇപ്പൊ മാള് ചെന്ന് അമക്കിയത്. പിന്നെ നമ്മളവിടെ വന്നപ്പോ അമ്മ വിളിച്ചു പറഞ്ഞ് അപ്പുനെ കാണാൻ കൊതിയാവാണ് അല്ലേ അപ്പൂട്ടാ? പറ. അമ്മ വിളിച്ചറിഞ്ഞ അപ്പു അവരെന്നല്ല അപ്പുനെ കാണാൻ കൊതിയാവണെന്ന സ്ത്രീയെന്ന് വിളിച്ചറിഞ്ഞായിരുന്നു. എന്റെ ബെസ്റ്റിയുടെ ഹസ്ബൻഡ്, നമ്മളെ ബെസ്റ്റിയുടെ ഹസ്ബൻഡിനെ കാണാൻ ഇയാള് എക്സൈറ്റഡ് ആണോ? ഒരു തവണ കണ്ടിട്ടുണ്ട്, ഇപ്പോഴല്ല, ഒരു 3-4 വർഷം മുന്നേ. ശരിയാണ്, 4 വർഷം നമ്മളുണ്ട്, 3 വർഷമാവുന്ന നമ്മൾ കണ്ടിട്ട്. ഓ അതായത് അനു അങ്ങോട്ട് പോണതിന് മുമ്പ്, അതായത് അനു ഇപ്പൊ പോയിട്ട് 2-3 വർഷം ഉണ്ടാവും തോന്നണം. അപ്പൊ ആ സമയത്ത് അനു പോയ സമയത്ത് കണ്ടിട്ടുണ്ട്. ഓ ഇയാൾ അനുവിന്റെ കാറിൽ ഇയാൾ അങ്ങ് കയറിപ്പോയി. എന്നിട്ട് അനു പറയുമായിരുന്നു അപ്പൂനെ എപ്പോഴും വിളിച്ചാലും അന്വേഷിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അവൻ എന്തിനാ ഇവനെ അന്വേഷിക്കണ, സീരിയസ് ആയിട്ട് നിന്നെ എന്തിനാ അന്വേഷിക്കണം വിചാരിച്ചിട്ടുണ്ടോ? അത് തന്നെ. കാരണം എന്താണെന്നറിയോ, നിന്നെ എന്തിനാ അന്വേഷിക്കണം, അവൻ എന്നെ അന്വേഷിച്ചാൽ പോരും, അല്ലെങ്കിൽ എന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കണം, നിന്നെ അന്വേഷിച്ചത്. നീ ഭയങ്കര പാവം, നീ നല്ലോണം സംസാരിച്ച്, നിനക്ക് ജാടയില്ല, അഹങ്കാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഡിപ്രഷൻ ഇതുവരെ ആ ഡിപ്രഷൻ മാറിയില്ല. ഇനിയിപ്പോ ഇത് വരും, ഗ്ലാമി ഗംഗേര അനിയത്തിക്ക് അപ്പുവിനെ ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങനെ മീനാക്ഷ്യം കാത്തിരിക്കണമെന്ന് വന്നാൽ മതി. എനിക്ക് അനുവിനെ മീശ ഇല്ലാത്ത സമയത്താണ് കാണുന്നത്. അവന് അതായത് കുറച്ചുണ്ടായിരുന്നുള്ളൂ മീശ. അപ്പൊ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് മീശയൊക്കെ താടി അവനൊരു മുതുക്കനായി, എന്നെ പോലെ. ഞങ്ങളൊരു മുതുക്കിയാണല്ലോ, അപ്പൊ മുതുക്കനായി. നമ്മളെ പ്രായം തന്നെ, അപ്പൊ നമ്മൾ മുതുക്കിയായല്ലോ. അപ്പൊ അവനെ കാണാൻ, അതായത് അമ്മ ഇത് എന്തിരുത്, അവനൊരു അഡൾട്ട് എന്നുള്ള നിലയിൽ കണ്ടപ്പോഴത്തേക്ക്, അഡൾട്ട് എന്നുള്ള നിലയിൽ അവർ ഭയങ്കര ഡാൻസ്, അഡൾട്ട് എന്നുള്ള നിലയിൽ കണ്ടപ്പോഴത്തേക്ക് അത് തന്നെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പിന്നെ ഇന്നലെ എന്തിനാണ് എയർപോർട്ടിൽ നടന്നെന്നുള്ള വിശദീകരിട്ടാണ് ഞാൻ സെക്യൂരിറ്റി പിടിച്ചെന്ന് അവൻ പറയണായിട്ട് അവള്
അതിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ഇട്ടെന്ന് പറയണായിട്ട്. എന്തായാലും വന്നിട്ട് വിശദീകരിച്ച് നമുക്ക് കേൾക്കാം അവരുടെ കഥ. അത് ഇന്നലെ സർപ്രൈസ് കൊടുത്തത്. അനു മീനാക്ഷിക്ക് സർപ്രൈസ് കൊടുത്തു. മീനാക്ഷി അനുവിന്റെ ടിക്കറ്റ് ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്തിട്ട് അനുവിന് സർപ്രൈസ് കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരുടെ സർപ്രൈസ് ആയിട്ട് ആ അമ്പലത്തിൽ കിടന്നു, ആ എയർപോർട്ടിൽ കിടന്ന് ഇങ്ങനെ രണ്ടാളെന്ന് വിളിച്ച് സെക്യൂരിറ്റി പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് എനിക്ക് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നീയൊന്നും പേടിക്കണ്ട, നിന്നെയൊന്നും ഒരിക്കലും സെക്യൂരിറ്റി പിടിക്കില്ല. ശബ്ദം ഉണ്ടാക്കാനേ പിടിക്കുള്ളൂ. നീ ശബ്ദ മലിനീകരണം ഉണ്ടാക്കല്ലോ, മനസ്സിലായ? എന്തിനു മാളു ഒരാൾ വിഷമിച്ച് തകർന്നിരിക്കുമ്പോ ഒരാളെ ചെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കണ? അഭി മുടി വെട്ടി, അഭി ഇങ്ങനൊന്നുമില്ല. അഭി തലയിൽ ഇപ്പം വാക്സ് ഒക്കെ ഇട്ട് അഭി ഇങ്ങനെ പൊയ്ക്കുകയാണ്. എടാ അത് കൊള്ളാം. നീ ഏതോ ഒരു ഇൻഷുറൻസിന്റെ എന്തിന്റെ ആടാണെന്ന് തോന്നുന്നു, പരസ്യമുണ്ട്. ഈ മോൻ ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോ മോന്റെ ഹെയർ കട്ട് ഫ്ലോപ്പോ അങ്ങനെ അച്ഛനും പോയിട്ട് വരുമ്പോ ഹെയർ കട്ട് അതെനക്ക് അതെനക്ക് നീ അതിന്റെ ആ ചെറുക്കൻ്റെ അച്ഛനെ പോലെ ഇരിക്കണം നീ. മീനാക്ഷിയുടെ നാണം കാണാം നമുക്കിനി. മീനാക്ഷി നീ ഇപ്പൊ അക്കോ ചെന്ന് കഥ നടക്കണം. വരണം വരണം, മാമിയുണ്ടാ? കമോൺ വരണം. ഇല്ല ഇല്ല, അവന്റെ പേരില്ല, അവന്റെ വീട്ടിൽ പട്ടിയുണ്ട്. പിന്നെ എടാ ഇവക്ക് വെഡിങ് ഗിഫ്റ്റ് ഞാൻ 2 ചെമ്പ് കുങ്കുമം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ പെണ്ണ് എപ്പോഴും എന്റെ കുങ്കുമം കാണുമ്പോഴും ഒരു ത്രസിപ്പുണ്ട്, കണ്ട? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കയറി വന്നിട്ട് സംസാരിക്കാം. ഓ ആ അച്ചു വരുമ്പോ അവളെ മടിയിലാണ് കയറിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവള് പേടിച്ചു അച്ഛനെ കണ്ടത്. മാമി മാമി പോയിരിക്കണം. ആ പോ എടാ പാടാ. അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അവിടെ ഒരു തവണ. അച്ചു അച്ചു പക്ഷെ വന്നോളൂ. അച്ചുവാ ഇല്ലല്ലോ. ഉണ്ടോ അമ്മ? ഇല്ല. വല്യച്ഛനാണ്, വല്യച്ഛൻ. ആ വല്യച്ഛനാണ്, വല്യമ്മേരെ ഹസ്ബൻഡ്. ഇനിയിപ്പോ 2 ദിവസമല്ലേ ഉള്ളു. ഇവിടെ ഒരു പട്ടിശൊന്നും വേണ്ട, അകത്തോട്ട് കയറണം. അച്ചു അച്ചു പോണം. അച്ചു 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 പോടി പോടി, അങ്ങോട്ടും ഇല്ല മക്കളെ. മാളു നല്ല ഷൂവാണ്ട് ഇപ്പൊ തിന്നെടുക്കും. എല്ലാം കൂടിയ ഷൂസാണ് താല്പര്യം. പ്രഗ്നന്റ് ലേഡി വേണോ? അറിഞ്ഞില്ല കേട്ടാ, കുഞ്ഞാത്തുള്ള ഗർഭിണിയാണ് മീനാക്ഷി അറിഞ്ഞില്ല. ഇരിയാമി നീ ഇരി, എന്നിട്ട് പിന്നെ കാണാം. ഇരി ചോദിക്കട്ടെ, കനേഡിയൻ വിശേഷം ചോദിക്കട്ടെ. മീനാക്ഷിയുടെ നാണം നോക്കണം. എടാ ഒന്ന് തൊപ്പി മാറ്റിക്കാണ്ട, നിന്നെ ഫുള്ളായിട്ടൊന്ന് കാണട്ട്. മീശയും താടിന്ന് മുളച്ച് ഞാൻ കണ്ടിട്ടില്ല. കൊള്ളാം. ആ അല്ല അന്ന് മീശയൊന്നും ഇല്ലായിരുന്നല്ല, കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളു പോയപ്പോഴേ. ആ കല്യാണത്തിന് അതങ്ങനെ ഒരു സംസാരം. എന്തിനിങ്ങനെ നിക്കണ? ഇരി എടാ ഇരിയടാ, നിന്റെ ചോദിക്കട്ടെ വിശേഷം. നിനക്ക് എവിടെ ഇരിക്കണം? നീ അവിടെ ഇരി, നിന്റെ അടുത്ത് ചോദിക്കാം. അവിടെ പറയണ ഒന്നും കേട്ടൂടതാ.
നീ ഇവിടെ ഇരുന്ന് ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാനുള്ളത് ഇന്നലത്തെ നിങ്ങളുടെ അവിടത്തെ എന്താണ് നിങ്ങളുടെ ഇത്, അതൊന്ന് പറയൂ. അവിടെ നടന്ന കാര്യം, ഈ പെണ്ണുമ്പിളെ ബഹളം വെച്ചോണ്ട് കിടന്ന് ഓടിയെന്ന് മാത്രമേ ഞാൻ കേട്ടോളൂ. ആ എടാ പറ, സെക്യൂരിറ്റി ഇടിച്ചെന്ന് പറ, സെക്യൂരിറ്റി പറ. സംഭവം എന്താണെന്നറിയാം, യവന് ഫ്ലൈറ്റ് ഡിലേ ആയി. ഫ്ലൈറ്റ് ഡിലേ ആയപ്പോഴത്തേക്കും എയറിന്റെ ഇവിടത്തെ എയറിന്റെ അവന് കിട്ടിയില്ല, അത് പോയി, അതിന്റെ പാട് നോക്കി പോയി. അപ്പോഴെന്തോന്നു, അപ്പോഴങ്ങനെയാണ് ഞാൻ നോക്കിയത് അവൻ വരണം. അത് എന്ത് അവൻ മറ്റേ കിടന്ന് ഉരുളപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവൻ വരണം. അങ്ങനെ നീ രാവിലെ അവിടെ പോയി എങ്ങനെ എന്തെല്ലാം പോയി? ഞാൻ അനന്തൂര് മറ്റേ അനന്തൂര് കൂട്ടുകാരെന്തൂര് അവനെ വിളിച്ചു. അവൻ വന്ന് അവന് ഞാൻ ഇവിടെ ഇരിക്കാൻ പോയി. അതിന് മുന്നേ അവൻ എന്നിട്ട് എന്തോന്ന് എടുത്തു വെച്ചിരുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വരണം, അതായത് ഇന്നലെ രാവിലെ എത്തോളായിരുന്നു. അതിനെക്കാട്ടിലും അതിന് മുന്നേ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ഇത് ബുക്ക് ചെയ്യിപ്പിച്ച് ഞാൻ തന്നെ ബുക്ക് ചെയ്തു. ഒന്നുമില്ല, ഞാൻ വിചാരിച്ച എന്താണെന്നറിയാമോ, അവൻ നിനക്ക് സർപ്രൈസിൽ അവിടെ നിന്ന് ഇവിടെ വന്ന് നീ എവന് സർപ്രൈസ് കൊടുക്കാൻ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്ത് അവിടെ ചെന്ന്, അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കണ്ട നീ വിളിച്ചത് അവിടെ കിടന്നത്. ഓ അല്ലെങ്കിലും വിളിക്കുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നീ അവിടെ ഇങ്ങനെ കേള പറ, എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. 3 വർഷം ഷോനെ കാണാൻ പറ്റിയില്ല. എന്റെ മനസ്സോണ്ട് ഞാൻ വിചാരിച്ചു സത്യം. അതുപോലെ ഈ പെണ്ണിന്റെ ഉറങ്ങിയിട്ടില്ല, അവ ഫ്ലൈറ്റിൽ കയറണം കാണൂലേ കട്ടക്കൊതി കാണാൻ വേണ്ടിട്ട്. അവനായിട്ട് ചൊട്ടിയിരി ഒട്ടിയിരി. ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്ത് സൈലന്റ് ആക്കി. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്, ചൂടുണ്ടോ? എടാ അവിടെ മഞ്ഞായിരുന്ന മഴ, മഞ്ഞ് മഴയെ പിന്നെ മീനാക്ഷിയുടെ ചെറുക്കനെ കാണാൻ വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെ മീനാക്ഷിയുടെ ചെറുക്കനെ കാണാൻ വേണ്ടിട്ട്. അച്ചു ബാ. സോ അങ്ങനെ നമ്മളാ അനുവൊക്കെ വന്നിട്ട് പോയി കേട്ടാ. വന്നിട്ട് പോയിച്ചാൽ അവര് മാമിയും കൂടെ ഉണ്ടായത്, അപ്പൊ മാമിയെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങ് പോയി. എന്നിട്ട് നമ്മളിപ്പം ഞാനും അപ്പും മീനാക്ഷി അനുവും കൂടെ എവിടെ പോണു, പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോന്നു പറഞ്ഞോണ്ടിരിക്കണ്. തകർന്നു തരിപ്പണമായി ഓറഞ്ച് ടീഷർട്ട് ഇട്ടവൻ. അച്ചു ഊളിച്ചെറുക്കനൊന്നും ചെയ്യല്ലേ, ഫുഡ് കഴിക്കാൻ പറഞ്ഞാടാക്കൂ. പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് ഇല്ലേ? ഓക്കെ പറഞ്ഞാടാവേ. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതിപ്പം മുടി വെട്ടിയിട്ട് ഈ ചെറുക്കൻ ഇത്ര ഈ ലെങ്ത് കുറച്ചില്ല. ലെങ്ത് ഓൾറെഡി അവരെല്ലാരും പറഞ്ഞു കുറയ്ക്കാം. അപ്പൊ ഇവൻ പറഞ്ഞ് എന്താ പിന്നെ നീ ലെങ്ത് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു കുറയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. അതാണ് ഈ വെരിക മോന്ത. വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മോന്തവന്റെ കണ്ടുവച്ചോ. കൊള്ളൂലെന്നല്ല. എടാ നീ ചെറിയ കാര്യത്തിന് വിഷമിക്കും. നിനക്ക് ഈ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ളത്. അപ്പൊ ഈ ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ വിഷമിച്ച ഒരു മുടിക്ക് വേണ്ടിട്ട് വിഷമിക്കാതാ. അത് സൊല്യൂഷൻ ഉള്ള പ്രശ്നമാണ്. നാളെ പോയത് കണ്ടിച്ചളഞ്ഞാൽ മതി. എനിക്ക് ഡ്രസ്സ് മാറ്റണം. ഞാൻ ഇതെല്ലാം ഡ്രസ്സ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴല്ലേ അവര് വന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് മാറ്റിയത്. ഞാൻ ഈ ബ്രൗൺ ഇട്ടപ്പോ അയാൾ ഉടനെ തപ്പി പിടിച്ച് പോയി ബ്രൗൺ. അല്ലെങ്കിലും ഓൾറെഡി അങ്ങ് എല്ലാം ചെയ്ത് കളയും. അപ്പോഴത്തേക്ക് അപ്പം നമ്മൾ അങ്ങനെ പോണം. അമ്മ അനുവിനെ കണ്ടിട്ട് എന്ത് തോന്നി? മീനാക്ഷി സന്തോഷമാണ് നമുക്ക് സന്തോഷം തരുന്നത്. മീനാക്ഷി ഇത് ഇങ്ങനെ മീനാക്ഷി മറ്റേ അല്ലെങ്കിൽ ചില സമയത്ത് മീനാക്ഷി ഇങ്ങനെ മൂകതപ്പെട്ടിരിക്കും, ചില സമയത്ത് വിഷമിച്ച്. നിങ്ങളിങ്ങനെ കമന്റിൽ എന്ത് മീനാക്ഷി ഡൗൺ ആയിട്ടിരിക്കും, ചില സമയത്ത് അവളിങ്ങനെ വിഷമിച്ചിരിക്കണം. അവന് മിസ്സൊക്കെ ചെയ്യണോണ്ടായിരിക്കും. പക്ഷെ ഇന്ന് അവള് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ?
അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വാദോരാതെ സംസാരിച്ചോണ്ടിരിക്കുന്നു. പെൺകുട്ടിയെ കണക്ക് തോന്നി കേട്ടോ. അതല്ല, അത് 2 ദിവസത്തേക്കാണ്. എന്റെ കൂട്ടുകാരി എനിക്കറിയാന്നുള്ളതാണ്. കേരള തനിമയോടെ സംസാരിച്ചു. അവളാ? ആ ഓ, അവള് എന്നിട്ട് കുലസ്ത്രീ, ഞാനിന്ന് എന്തിനാടാ കുലസ്ത്രീ പ്രേമത്തിൻ മുനമ്പിൽ അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ മാമിയെ കൊണ്ടാക്കാൻ പോയ ഒരു വീട്ടിലോട്ട്. അപ്പൊ നമുക്കിപ്പം പോയി അങ്ങ് പോവാ. എന്താ മൂലക്കുരുവാ മക്കള് വീട്ടിൽ പോവേയില്ലേ? ഇവിടെ ചെല്ലാൻ മാത്രമേ ഉള്ളൂ. ആ വീട്ടില്ലേ മാത്രമല്ലേ ഉള്ളു. അമ്മ ഈ ചെറുക്കനാണ് പറഞ്ഞത്. പോണോ താല്പര്യമില്ല, പക്ഷെ എങ്കിലും പറയും പോണെന്ന് പറയും. അപ്പൊ നീ നമ്മളുടെ വരുമ്പോ നീ ഇതിനൊക്കെ മൂങ്ങാ മോന്തയെ കൊണ്ടാണ് നീ വരണ്ടേക്ക് വരാൻ. സന്തോഷത്തിന് നല്ല ഒരാളെ കൂട്ടത്തിലുള്ള ഒരാളെ മൂഡ് പോയാലും എല്ലാവരും മൂഡ് സ്പോയിലാവും. ഓക്കെ, അപ്പം നമ്മളെ അനുവിനെയൊക്കെ ഒന്ന് കണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എവിടെ പോട്ടാ ഫുഡ് കഴിക്കാൻ? പേരങ്ങനൊന്നും വേണം എനിക്കല്ല, അവനല്ലേ ചേള് വാങ്ങിച്ചു കൊടുക്കാനുള്ളത്. കാരണം അവനല്ലേ ഇത് എന്തോന്നു കുറെ കാലമായിട്ട് അവ സ്വന്തമായിട്ട് ഉണ്ടാക്കി വേവിച്ച് തിന്നവൻ ചത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ പോയി സ്വന്തമായിട്ട് വേവിച്ച് തിന്നു. ആര്? നമ്മൾ പോണം കടയിൽ. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. വേണ്ട, എനിക്ക് ആവശ്യമില്ല, തട്ടിക്കളഞ്ഞ്. പറഞ്ഞ എന്തിനാ എവിടെ പോവാൻ കഴിക്കാൻ അവനെ കൊണ്ട്? പാരഗലിന് അവര് കഴിച്ച് അവരിന്ന് പാരഗണിന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് കറി കൊള്ളൂലായിരുന്നു പറയാനായിട്ട്. അത് കഴിച്ചു. നമുക്ക് വേറെ എവിടെ കൊണ്ടുപോവാം? രാജയില് കൊണ്ടുപോവാം. രാജ വണ്ടി പോലും ഇടാൻ സ്ഥലമില്ല. 2 വണ്ടി കൂടെ എവിടെ കൊണ്ടിട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് ഇടിച്ച് കയറ്റി തരാം. ഇത് ഒരു തവണ ഞങ്ങള് രാജയില് പാർക്ക് ചെയ്ത സമയത്ത് അതിന് അവരെന്തോ ചെയ്ത് തൊട്ടടുത്ത കടയിലോ, അയ്യോ അവരെ കല്യാണം വിളിച്ചില്ല. അയ്യോ സംഭവം എന്താണെന്ന് അറിയാം, ഞാൻ വിട്ടുപോയതാണ്. ഞാൻ കുറേ പേരല്ല, ഞങ്ങൾ ഈ റിസപ്ഷൻ നടത്തണോ വേണ്ടെന്നുള്ള ഞങ്ങൾ വളരെ ഇതായിട്ടുള്ള, കാരണം ഞങ്ങൾ അപ്പൂന് കല്യാണത്തിന് വരാൻ പറ്റുമോ എന്നുള്ളതിൽ വരെ ഞങ്ങൾ നിന്ന് മാറ്റി. ഞങ്ങൾ എന്നിട്ട് അമ്മ പറഞ്ഞു, അപ്പൂ അവിടെ വീട്ടിൽ അമ്മയടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പോയൊരു ഡേറ്റ് എടു, നമുക്ക് എക്സ്ട്രാ ഒരു ഡേറ്റ് പേക്കപ്പിന് വെച്ചേക്കാം. എന്നിട്ട് ആരെയും വിളിച്ചില്ല. ഞാൻ തലേക്കും തലേദിവസമാണ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അതുകൊണ്ടാണ് ലേറ്റായി പോയെന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി. കല്യാണം മറ്റേ എല്ലാവരും വിളിച്ച് 20-ാം തീയതി കല്യാണം. മറ്റേ നമുക്ക് ആൾക്കാർ വരണ ആൾക്കാർക്ക് നമുക്ക് ചിക്കൻ ബോക്സും കൊടുത്തു. പിന്നെ എല്ലാവർക്കും വിഷമം പറഞ്ഞ മുഖത്ത് വന്നില്ല നിനക്ക്. ഞാൻ പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ ഡെർമാറ്റിനെയൊക്കെ വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ അത് പോവോ? അപ്പം ഡോക്ടറെ ഓർമ്മ ഉണ്ടോ ഡോക്ടർ അവിടെ നിന്ന് ഒരു ജെല്ലൊക്കെ തന്നുകൊണ്ടാ ഒരു മരുന്ന് തന്നു, അതിൽ തന്നെ വച്ചേക്കാൻ പറഞ്ഞു, പെട്ടെന്ന് പൊക്കോളൂന്ന്. ഭാഗ്യത്തിന് വയറിന് വന്നേക്കെ പാടുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ചുണ്ടിലൊക്കെ വന്ന് ഓർമ്മ ഉണ്ട്, ഇവിടെ ഒരു കറുപ്പ് ചുണ്ടിൽ വന്നേന്. അങ്ങനെ മുഖത്തൊന്നും വരാത്തോണ്ട് എല്ലാവർക്കും വിഷമമുണ്ട്. നെക്സ്റ്റ് ടൈം ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും പറയുമ്പോൾ നമ്മളിപ്പോൾ അവനെ കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അവൻ്റെ ഏതാ മൂഡാണോ ആ മൂഡിനനുസരിച്ച്. സോ ഗായ്സ്, അങ്ങനെ ഇപ്പതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഞങ്ങൾ എന്തോന്ന് ഇവിടെ രാജാ തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അമ്മ പറഞ്ഞ് രാജയെ പോകണ്ടാവും, ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ലാന്ന്. ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാം, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്ന സമയത്ത് വേറൊരാൾ അപ്പുറത്തെ കടയിൽ ഒരാൾ കൊണ്ടുവന്ന് നമ്മളെ സ്പോയിലർ പൊക്കി അങ്ങെടുത്ത്, മാൾ വണ്ടിക്കകത്തിരിക്കുന്ന സ്പോയിലറോടെ പൊക്കി അങ്ങെടുത്ത്. സോ അതായത് നമ്മൾ വണ്ടി വാങ്ങിച്ചതിൻ്റെ 3-ാം ദിവസം അല്ലേ, 3-ാമത്തെ ദിവസം മുമ്പ് വന്ന് നെഞ്ചടിച്ച വണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഡിപ്രഷൻ. അതായത് നമ്മൾ ഇപ്പം എനിക്ക് വണ്ടി നമ്മളെ ഈ സുന്ദര വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൊച്ചിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് കണക്കാണ്. അപ്പം ഇവനാണെങ്കിൽ എന്തൊരു നെഗറ്റീവ് പറയുകയല്ലേ. ഇപ്പം എനിക്ക് വണ്ടി കൊള്ളൂല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. കാരണം എനിക്കറിയാം ഇപ്പം ആവശ്യമില്ലാത്തൊരു സാധനത്തോട് നമ്മൾ കമ്മിറ്റ്മെൻറ്റ്സ് വെക്കേണ്ട. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഉയരുള്ള കണക്കാണ് എനിക്ക് തോന്നണം. ഞാൻ കഴിവൊന്നുമില്ലേ, സഹിക്കാൻ പറ്റൂല. ഞാൻ കഴിവൊന്നുമില്ല, അത് ഞാൻ സത്യം പറയാം. ഞാൻ കഴിവണേക്ക് അപ്പുവാണ്. ഇന്നും അപ്പു എടുത്ത് വെച്ച് സുന്ദറിനെ കുളിപ്പിച്ച് പതപ്പിച്ച് പിന്നെ അങ്ങനെ കഴിവില്ല സമാധാനമുള്ള. ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യില്ല. പക്ഷെ അവനെ ചിപ്പൊന്നും ആരും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ആരും ഒന്നും പറഞ്ഞ ശരി, സ്ക്രാച്ച് വീണാൽ പോലും എനിക്കെന്തോ അവനെന്തോ വേദന എടുത്താണ്. ആരെങ്കിലും കൊണ്ട് സേഫ് ആയിട്ടുള്ള അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് രാജി ഇടണ്ട, അന്ന് പറ്റിയുണ്ട് ചേച്ചി. പിന്നെ രാജി പോകാൻ സമയക്കില്ല, നമ്മൾ പോയി. സപ്പുമില്ല ഒരു ദിവസം ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ് കൂടെ പോയി.
സോ അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അനുവും മീനുവും കൂടെ കാറിൽ അവിടെ നിന്ന് എങ്ങ് വരാണ്. നീ ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇന്ന് നടന്നേക്ക് റീവൈൻഡ് ചെയ്യായിരുന്നു മീനാക്ഷി. അവൾ ഭയങ്കര ഞാൻ ഇങ്ങനെ പറഞ്ഞു മീനാക്ഷി ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് മീൻ ഇത്ര ഹാപ്പി ആയിട്ടാണ്. കാരണം അല്ലേ പുട്ടാ, കാരണം അവള് ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴും ചില സമയത്ത് അവള് സോൺ ഔട്ടായി എവിടെയെങ്കിലും പോയി ആലോചിച്ച് വിഷമിച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കണം. എനിക്കൊരു വെപ്രോളം ടെൻഷനും ആയിരിക്കും അവൾക്ക്. പക്ഷെ ഇന്ന് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണമേ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇന്ന് മാമി അമ്മമാരുടെ അടുത്ത് പറഞ്ഞ്, പക്ഷെ ഇന്നലെ മുതൽ അവൾ ഉറങ്ങിയില്ല. മിനിഞ്ഞാന്ന് പോലെ അവൻ വരണേ. കാരണം കേസ് ഇതൊന്നും 2 വർഷത്തെ റിലേഷൻഷിപ്പ് അല്ല, 10 വർഷത്തെ റിലേഷൻഷിപ്പാണ്. സോ 3 വർഷം പറ്റുമോ ലോങ് ഡിസ്റ്റൻസ്? പോയല്ലേ പറ്റുള്ളൂ അല്ലേ? അല്ല അപ്പൂന് പറ്റുമോ ലോങ് ഡിസ്റ്റൻസ്? എന്തൊരു പിന്നെ എപ്പോഴുണ്ട്. കാരണം അവര് ഓൾറെഡി കൊറേ കാലം പ്രേമിച്ചിട്ട് ജോലിക്ക് പോയി. നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ കുറച്ചേരം. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും കൂടെ നിൽക്കുന്ന ആള് കുറച്ച് ഇതിൽ കാണാതാകുമ്പോഴത്തേക്ക് നമുക്കൊരു മിസ്സിങ് വരും. സത്യം ഒപ്പൂട്ടാ, സത്യം ഞങ്ങൾ അന്നം പൊന്നിയാണ് ഇരുന്ന. ശരിയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയെങ്കിലും ഉറങ്ങും. കാരണം നമ്മൾ വെഡിങ്ങിനും എല്ലാ പരിപാടിക്കും നമ്മൾ ഒരുമിച്ചാണ് ഇറങ്ങി. നമ്മൾ കല്യാണം ഉറപ്പിച്ച മുതൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ്. എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യത്തിന് പോണത് എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഈ ചിക്കൻ ബോക്സ് അപ്പം അങ്ങ് വീട്ടിലായി 7 ദിവസമല്ല 10 ദിവസം. അതായത് 7-ാം തീയതി ചിക്കൻ ബോക്സ്, അതായത് 5-ാം തീയതി ഞങ്ങളെ പാണ്ടി നൈറ്റ്, 6-ാം തീയതി എൻ്റെ ബ്രൈഡ് ടു ബി, 7-ാം തീയതി മീനുൻ്റെ ബ്രൈഡ് 7-ാം തീയതി മീനുൻ്റെ ബ്രൈഡ് ടു ബിയുടെ അന്നാണ് അപ്പൂന് ചിക്കൻ ബോക്സ് വന്ന നൈറ്റ്. അപ്പം 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഒപ്പൂട്ട 12 ദിവസം. റൂമിൽ നിന്ന് വെളിയിറങ്ങി അല്ല പുട്ടാ, നീ 18-ാം തീയതിയാണ് ഞാൻ നിന്നെ കാണുന്നത്. അന്ന് ഓർമ്മ ഉണ്ടാ? കണ്ടിട്ട് നമ്മളിങ്ങനെ ഓടി വന്നിങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിരുന്നതാണ്. അവന് പേടി, കെട്ടിപ്പിടിക്കാനൊക്കെ പേടി, എനിക്ക് വരുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും ടെൻഷനായി പോയി ആ സമയത്ത്. അതാ ഞങ്ങളിവിടെ എത്തിയേ. നമ്മൾ പോയി, അവർ വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മീനുമാണ് മാപ്പ് എന്നുണ്ടെങ്കിൽ അവൻ ഓഫ്കോഴ്സ് അവനെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും. പണ്ടേ എൻ്റെ കൂട്ടുകാർ മാപ്പിൻ്റെ കാര്യത്തിൽ ജില്ലാക്കലാണ്. എവളും ഗോവികയും നമ്മൾ ഏത് സ്ഥലം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും പോകണം. പക്ഷെ അവർ മിണ്ടൂല. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പറയുള്ളൂ. മിക്കവാറും മഞ്ഞാറോട്ടി കാണും. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. വന്നില്ലെങ്കിൽ ഇപ്പൊ വിളിക്കല്ലേ. തിരക്കുണ്ട്. ഓക്കെ, നോക്കാം. എടാ നിന്നെ ഞാൻ നേരെ കാണിച്ചില്ല. അവൻ ഇൻവേർട്ടറാണേ. അവൻ ഇൻട്രോവേർട്ടാണ്. അവൻ ആദ്യമൊന്നും എൻ്റെ അടുത്ത് നല്ല സംസാരിക്കുമല്ലോ. എഴുതാണ്ട് എൻ്റെ മുഖത്ത് വെക്കണ്ട. നീ നമ്മളെ കൂട്ടുകാരിയാണല്ലേ. ഇത്ര ചിരി മാത്രമല്ല, പിന്നീട് അമ്മ വല്യമൊക്കെ ഇങ്ങനെ വന്നോണ്ടിരുന്ന. അത് തന്നെ അപ്പോഴും നീ കണ്ട എൻ്റെ മുഖത്തേക്കണ്ട ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് നമ്മൾ പിരിയാൻ പോണം. തന്നെ അങ്ങനെ തന്നെ വേണം. സ്വന്തമായിട്ട് ചളി പറഞ്ഞിട്ട് വയറിലൊക്കെ എന്ത് തടവണം. അതില്ല, നിങ്ങളൊരു കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി. പോവാം. ശരി, നല്ല വിഷമുണ്ടല്ലേ. അല്ല ക്രോസ് ചെയ്യ് സൂക്ഷിച്ച് ക്രോസ് ചെയ്യ്. ഇല്ലേ ആ പെണ്ണുമ്പിള്ള നീ പിടിച്ചോ. അങ്ങനെ അവൻ വീട്ടിൽ പോകാൻ പോകണം. മീനുവിന് നാളെ അവന് അവളെ കൈകൊണ്ട് തന്നെ അവന് എന്തൊക്കെ ബീഫും ചിക്കനൊക്കെ വെച്ച് കൊടുക്കണം, ഫുഡൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരുടെ ലുലുവിലോട്ട് പോകണം. ഫുഡ് വെച്ചാൽ ബീഫൊക്കെ വാങ്ങാൻ. എനിക്ക് തോന്നി പെണ്ണുമ്പിള്ള കറി വാങ്ങിച്ചിട്ട് ചൂടായി കൊടുക്കുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് അല്ല കൊടുക്കാൻ
തിരിച്ചെടുക്കാനാ. ശരി, 3 വർഷത്തിന്റെ ഒരു ക്രീ കാണുവേ. ഓക്കെ ബൈ, നിങ്ങൾ കൊഞ്ചിട്ട് വാ, നമുക്ക് പോവാം. അങ്ങനെ നമ്മളിതാ അനുവിനെയും പറഞ്ഞു വിട്ടിട്ട് ആ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. നമ്മളിതാ ലുലുവില് നാളെ എന്ത് റെഡി അവന് വേവിച്ചു കൊടുക്കാം. ബീഫ് കറി ഉണ്ടാക്കണേ. ഞാൻ നിങ്ങൾ ഇനിയും ഈ പെണ്ണുമ്പിള്ളേർ ഇങ്ങനത്തെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ റൗഡി ഗുണ്ട എല്ലാവരും ഒന്നോ രണ്ടാതിനെ കുത്തിയിട്ട് തുപ്പി തുപ്പിയാണ് എൻ്റെ കൂട്ടുകാരി ഇന്ന് ഞാൻ വയ്ക്കും ഇന്ന് ബീഫ് കറി. മീനും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പറയുന്നു നിന്നെ ഞങ്ങൾ കുറേ നാളെയൊക്കെ വെച്ചാണ് ഹാപ്പി ആയിട്ട് കാണണം. അതിനാ പല്ലാത്തത്. കാരണം എപ്പോഴും നീ എവിടെയെങ്കിലും ഒന്നെങ്കിൽ സോൺ ഔട്ട് ആയിരിക്കും ആലോചിക്കുക, അല്ലെങ്കിൽ നീ മൂട്ടി കൂടെ തീട്ടി വായി കൂടെ പുകയും പറത്തിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും. അങ്ങനെയാണ്. പക്ഷെ ഇന്ന് നീ ഭയങ്കര ഹാപ്പി, അതിന് ഭയങ്കര സന്തോഷം. നീ അതായത് നീ ഇങ്ങനെ ഭയങ്കര പറന്ന് ഭയങ്കര എല്ലാം എന്തോ ഭാരങ്ങളില്ലാതെ എന്തൊരു പാട്ടുണ്ടല്ലോ, അങ്ങനെയല്ല കുഞ്ഞു കിളിയേ ആ പാട്ട് എന്തായാലും നമ്മള് വ്ളോഗാണ് ഓക്കെ. അപ്പോഴത്തേക്ക് അതെ കണക്ക് നീ ഭയങ്കര ഫ്രീ ആണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ പോയി നാളെ അനുവിന് വയ്ക്കുക, അനുവിനും അവൾ വേവിച്ചു കൊടുക്കാനുള്ള ബീഫൊക്കെ വാങ്ങട്ട്. സോ അപ്പം നമുക്ക് വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അനു ആണ് മീനാക്ഷിയുടെ ഭാവി വരൻ. വിത്തിൻ ഡേയ്സ് അവർ കല്യാണം കഴിക്കും അല്ലേ? അവർ കല്യാണം കഴിച്ചു. ഇതുണ്ടാ മീൻ ഇങ്ങനെ കല്യാണം കഴിക്കാനുള്ള കൊതി? ഞങ്ങളെ കൂടുതൽ ഏറ്റവും കല്യാണം കഴിക്കാനുള്ള കട്ടക്കൊതി മീനാക്ഷിക്കാണ്. മീനാക്ഷി ഒന്ന് കെട്ടിയാൽ മതി, എനിക്കൊന്ന് കെട്ടിയവര്. ഓ കെട്ടുക, മറ്റുള്ളവരെ കെട്ടിക്കുക, അതാണ് മീനാക്ഷിയുടെ ഒരു എന്റർടൈനിങ് എന്ന് പറയുന്നത്. സോ എന്തായാലും അങ്ങനെ അനു ഭയങ്കര ഇതായി മീനു മെൻ അല്ലേ, മാസ്കുലിൻ. ഓ മറ്റേത് പൂക്കിയായിരുന്നു പൂട്ടാവേ. പക്ഷെ ഇവിടെ പോയതിനെക്കാളും സൂപ്പറായി. ചളിയുണ്ട് അല്ല കാണുമ്പോ ഓക്കെ, സംസാരിക്കുമ്പോ എന്നെ പോലെയൊക്കെ തന്നെ ചളിയൊക്കെ. അല്ല ഇത് ഓക്കെയാണ്. എന്താണെന്നറിയാമോ, പണ്ടമ്മ ഇവിടെ സംസാരിക്കുന്ന രേവനെ ഞാൻ തരുന്ന രേവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും അവളും വാതു വരാതെ അലയ്ക്കുമല്ല. എവന്നുണ്ട ഒരിക്കൽ ഞാൻ ഹെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ട് അവ ആദ്യമായിട്ടാണ് ഇത് ട്രീറ്റ്മെന്റിന് വരണം. എന്തോ ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് 5 മണിക്കൂർ. എന്തായാലും നേരിറങ്ങി പുഴുത്ത് പുഴുവരിച്ച് ഞാൻ വെച്ചാൽ പള്ളു വിളിക്കുമല്ലേ ചിടിച്ച് കേട്ടരുതെന്ന് ചോദിച്ചാൽ ഇറങ്ങിയപ്പോൾ അവൻ ഇത്രയും നേരം എടുക്കുമായിരുന്നു ഈ പരിപാടിക്ക്. ഞാൻ പറഞ്ഞു അവൻ എന്തിനവിടെ പിടിച്ചെടുത്തിയപ്പോൾ ഈ പെണ്ണുമ്പിളിനെ അവനെ പിടിച്ചെടുത്തി ഇവിടെ തപസ്. പണ്ടൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു, ഞാൻ ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുമായിരുന്നു. ഓ അവരെപ്പോഴും എവിടെ പോണെങ്കിലും അവർ ഒരുമിച്ചായിരുന്നു. അവര് മറ്റില്ല അത് പറയണവര് അവര് മൂലമായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും 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 മൂലം ആവാം. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.